ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ഈ സ്പെഷ്യൽ പ്രാർത്ഥനയ്ക്കായി ദൈവം നമ്മളെ ഒരുക്കിയ ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു പ്രതീക്ഷയുമില്ലാത്ത സമയത്ത് കർത്താവ് തന്ന യോഗപ്രകാരം കഴിഞ്ഞ ആഴ്ച നമ്മളൊരു സ്പെഷ്യൽ പ്രാർത്ഥന വെച്ചു. അതിൽ നമ്മൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ വിടുതലിൻ്റെ അനേകം സാക്ഷ്യങ്ങൾ ആ ഞായറാഴ്ച ദൈവം അത്ഭുതമായി കേൾപ്പിച്ചു. വലിയ രോഗ വിടുതലുകൾ, ശരീരത്തിനകത്ത് വിടുതൽ കിട്ടിയതായി സഭയ്ക്കകത്ത് അനേകം പേർ കർത്താവിൻ്റെ നാമത്തിൽ സാക്ഷ്യം പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, കർത്താവ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വെക്കാൻ പറഞ്ഞാൽ അതൊന്നും ചിന്തിക്കാൻ അതിന് ചെയ്യുന്നുവെങ്കിൽ അതിനകത്തുള്ള വിടുതലുകളും വലുതായി. ഒരു സമയം തന്നെ മകളാമണിയാൻഡിയുടെ ഒരു ശക്തമേറിയ സാക്ഷ്യം, ചിന്താമണിയാൻഡിയുടെ സത്യമായ ശക്തമേറിയ സാക്ഷ്യം, മനോമനുഷ്യരുടെ ശക്തമായ സാക്ഷ്യം, അങ്ങനെ ഓരോ കുടുംബത്തിനകത്ത് പേര് പറഞ്ഞാൽ ഓരോ കുടുംബത്തിനകത്ത് നടന്ന വ്യക്തിപരമായുള്ള അത്ഭുത സാക്ഷ്യങ്ങളെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. അതേപോലെ സഭയ്ക്കകത്ത് പുറത്തുള്ളവർ വിളിച്ച് സാക്ഷ്യങ്ങൾ പറഞ്ഞു. ദൈവം കൊടുത്ത വിടുതലിനെ, രോഗസൗഖ്യത്തെയും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് പ്രിയ മക്കളെ, ദൈവത്തിന് കഴിയാത്ത ഒരു വിഷയവും ഈ ലോകത്തിലില്ല. കാര്യം ഈ ലോകത്തിൽ സകലം സൃഷ്ടിച്ച കർത്താവാണെങ്കിൽ കർത്താവിന് സകല വിഷയത്തിനകത്ത് മറുപടി തരുവാൻ ആർക്ക് കഴിയും? കർത്താവായ യേശുവിന് കഴിയും. സ്തോത്രം. അത് വിശ്വസിച്ചാൽ ആ ദൈവത്തിന്റെ മഹത്വം കാണും. യോശുവയുടെ പുസ്തകം വായിക്കുമ്പോൾ യോശുവയുടെ പുസ്തകത്തിനകത്ത് ആദ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്: ഉറപ്പും ധൈര്യമുള്ളവരായി തീരും. നീ വിശ്വാസിയാണെങ്കിൽ, നീ ദൈവവൈതലാണെങ്കിൽ നിനക്ക് ആദ്യം എന്ത് വേണം? ഒരു ഉറപ്പും ധൈര്യം വേണം. എന്റെ യേശുവിന് ചെയ്യുവാൻ പറ്റും, എന്റെ യേശു എന്നെ അനുഗ്രഹിക്കും, എന്നെ വിടുവിക്കും, എന്റെ യേശു എനിക്ക് മാറ്റം തരും എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ആരും പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിക്കും. വിശ്വാസ ജീവിതവും ലോക ജീവിതവുമായി ഒരിക്കലും കൂട്ടിച്ചേർത്ത് കടന്നു പോകല്ലേ. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞ വിലയുള്ള ജീവിതമാണ്. ഇന്ന് പലരും അവരവരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച്, അവരവരുടെ നന്മയ്ക്കനുസരിച്ച് കർത്താവിന്റെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെയും സഭയെല്ലാം അവർക്കനുസരിച്ച് വളച്ചൊടിച്ചു പോവുക. അതൊന്നുമല്ല വിശ്വാസ ജീവിതം. വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഒന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പഠിക്കുന്ന ഒന്നാമത്തെ വാക്യത്തിനകത്ത് തന്നെ പറയുന്നു: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ, അത് ആ വാക്ക് കണക്കൂട്ടിക്കോണം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ. ഒരു ദൈവപൈതൽ ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാൻ പാടില്ല എന്നാണ് അതിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞത്. ആലോചന പ്രകാരം നടക്കുകയോ എന്ന് പറഞ്ഞാൽ നടക്കാൻ പാടില്ല. നടക്കുകയോ എന്ന് ഒരു വാക്ക് ഇവിടെ വന്നത് എന്തുവാ? നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിലേക്ക് ഒരു ദൈവപൈതൽ കടന്നു വന്ന് കർത്താവായ യേശുവിന്റെ വലിയ തെരഞ്ഞെടുപ്പിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവന് ആരുമായിട്ട് ബന്ധമില്ല. ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കാത്ത ഒരു വ്യക്തിയുടെ ആലോചന പ്രകാരമായി അവനൊരു ബന്ധവുമില്ല. അവൻ പിന്നെ അവന്റെ ആലോചനയോ അവന്റെ അഭിപ്രായമോ തിരക്കി പോവില്ലേ. കാര്യം യേശു നിന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ, യേശു നിന്നെ ഏറ്റെടുത്തെന്ന് നിനക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നീ യേശുവിന്റെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ആലോചന മുഴുവനും യേശുവിനോടായിരിക്കണം. യേശുവിനോടാണ് നീ ചോദിക്കേണ്ടത്, അല്ലാതെ ലോക മനുഷ്യനോടല്ല ചോദിക്കേണ്ടത്. അല്ലെങ്കിൽ ലോകപരമായി ജീവിക്കുന്ന, മ്ലേച്ഛമായി ജീവിക്കുന്ന നിന്റെ ബന്ധുവോ സ്വന്തമോ കൂട്ടുകാരോടോ അല്ല നീ അഭിപ്രായം ചോദിക്കേണ്ടത്. നീ ചോദിക്കേണ്ടത് യേശുവിനെ. കാര്യം എന്തുവാ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഭാരം ചുമക്കുന്നത് നീ എന്റെ അടുക്കവാ, നിന്റെ ഭാരം ഞാനങ്ങ് ചുമക്കാം. നീ യേശുവിലായി കഴിഞ്ഞാൽ പിന്നെ നീ ആരോടെ ചോദിക്കാവൂ? യേശുവിനോട് മാത്രമേ നിന്റെ കാര്യങ്ങൾ ചോദിക്കാവൂ. അതാണ് ആരാഗ്രഹിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള ദൈവപൈതലാണ് ദൈവത്തിന് വേണ്ടത്. അടുത്തത് പറയുന്നു: പാപികളുടെ വഴിയിൽ നിൽക്കുകയോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ. അടുത്ത പറയുക, പാപികളുടെ വഴിയിൽ നിൽക്കുകയോ എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയോ, അവനോട് ആലോചന ചോദിക്കുകയോ, അഭിപ്രായം ചോദിക്കുകയോ, അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യുകയോ ചെയ്യല്ലേ, നീ കർത്താവിനോട് ചോദിക്കാവൂ. അടുത്തത് പറയുക, പാപിയുടെ വഴി എന്ന് പറഞ്ഞാൽ ലോകപരമായി ജീവിക്കുന്നവന്റെ വഴിയിൽ പോലും നിൽക്കുകയോ എന്ന് പറഞ്ഞാൽ നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് അവന് നിൽക്കാൻ പറ്റുമോ? ദൈവപൈതലിന് നിൽക്കാൻ പറ്റുമോ? നിൽക്കുകയോ എന്ന് ചോദിക്കുമ്പോൾ എന്തുവാ? നിൽക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അവന്റെ വഴിയിൽ നിൽക്കുകയോ. അടുത്തത് പറയുന്നു, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യനാണ്
ഭാഗ്യവാൻ. അപ്പൊ 3 കാര്യം ദൈവമക്കളെ കുറിച്ച് പറയുന്നു. ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുകയോ പാപിയുടെ വഴി നിൽക്കുകയോ, മൂന്നാമത് പറയുക ഇതൊന്നും ചെയ്യാത്തവൻ അല്ലെങ്കിൽ പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ അവനാണ് ഭാഗ്യവാൻ. അപ്പോഴേ ദൈവത്തിന്റെ ഭാഗ്യവാൻ എന്ന് ദൈവം വിളിക്കുന്നത് സ്തോത്രം കാറും വണ്ടിയും അല്ലെങ്കിൽ പണവും അല്ലെങ്കിൽ കൂടുതൽ പേര് പുകഴ്ചയൊന്നും തരുന്നതല്ല ദൈവം പറയുന്നത്. ഇപ്രകാരം ദൈവത്തെ അറിഞ്ഞൊരു ദൈവ പൈതൽ അപ്രകാരം ജീവിക്കത്തില്ല എങ്കിൽ അവനെയാണ് എന്തുവാണ് കർത്താവ് വിളിക്കുന്നത്? ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത്. ഇത് പകൽ തിരിച്ചറിഞ്ഞോണം. എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കാൻ ഭാഗ്യവാനാവേണ്ടത്? 1, ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കല്ലേ. സ്തോത്രം. ദൈവത്തിന്റെ ഒരു പൈതലായ നീ ചെയ്യുന്ന പ്രവൃത്തികളും നീ ചെയ്യുന്ന ഓരോ കാര്യവും ദൈവത്തിന് പ്രസാദമുള്ളതാണ്. അല്ലാതെ നിനക്ക് ലോകപരമായി ജീവിക്കുന്നവന് പ്രസാദമുള്ള പ്രകാരം ജീവിക്കാനല്ല ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം നിനക്ക് എന്തെങ്കിലും നന്മ തന്നാൽ, ദൈവം നിനക്ക് അനുഗ്രഹം തന്നാൽ, നീ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം ആരെ സ്തുതിക്കേണ്ടത്? ദൈവത്തെ സ്തുതിക്കേണ്ടത്. ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ ദുഷ്ടന്റെ ആലോചന പ്രകാരവും അവന്റെ അഭിപ്രായ പ്രകാരം ജീവിക്കാനല്ല ദൈവ പൈതലെ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. നീ ആരുടെ അംശിയ? സ്വർഗത്തിന്റെ അംശിയ. അതിനാ ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ജീവിക്കാത്തത്, അഭിപ്രായം ചോദിക്കാത്തവൻ, വഴി നടക്കാത്തവനെയാണ് ആർക്ക് വേണ്ടത്? കർത്താവായ യേശുവിന് വേണ്ടത്. ഇത് പകരം വ്യക്തമായി പറയുന്നു. അതിന്റെ 3-ാം അധ്യായത്തിനകത്ത് പറയുന്നു, യഹോവേ എന്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അപ്പൊ ദൈവമക്കൾക്ക് എന്തുണ്ട്? ശത്രുക്കളുണ്ട്. ദൈവമക്കൾക്ക് ശത്രുക്കളുണ്ട്. യഹോവേ എന്റെ ശത്രുക്കൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ ജീവിത പ്രകാരമെല്ലാം വിട്ട് അവർക്ക് മാതൃകയായി ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം ഒരു ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ലോകപരമായി ജീവിക്കുന്നവന് ദൈവപ്രകാരം ജീവിക്കുന്നവൻ എന്തായിത്തീരും? ശത്രുവായിത്തീരും. എന്നിട്ട് പറയുക അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികൂലം പ്രയാസം വരുമ്പോൾ അവൻ പറയുക ദൈവത്തിങ്കൽ നിനക്കെന്തില്ല? രക്ഷയില്ല. അവൻ പറയുക, ശത്രു പറയുക, എന്തു പറയുക? ദൈവത്തിങ്കൽ നിനക്ക് രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. അപ്പൊ ഞാൻ അവരുടെ ഒന്നും ആലോചന പ്രകാരം നടക്കാത്തതുകൊണ്ട് എന്നെ നോക്കി പറയാം ദൈവത്തിന് രക്ഷയൊന്നുമില്ല, നിനക്ക് ദൈവത്തിന് എന്തുവാ നിന്നെ വേണ്ട. അടുത്തത് പറയുക, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നുവല്ലോ. ദൈവപൈതൽ അപ്പോഴും ചിന്തിക്കേണ്ട എന്തുവാ? എന്റെ തല ഉയർത്തുന്നവൻ ആര്? എനിക്ക് പരിചയ, എനിക്ക് കോട്ടയാ, എനിക്ക് ചുറ്റും ആരുണ്ട്? കർത്താവുണ്ട്. ആരൊക്കെ എനിക്കില്ലെന്ന് പറഞ്ഞാലും, എന്റെ സ്വന്തക്കാരോ എന്റെ ബന്ധുക്കളോ എന്റെ നാട്ടുകാരോ സുഹൃത്തുക്കളോ ആരും എനിക്കില്ലെങ്കിലും ആരുണ്ട്? എന്റെ ദൈവം എനിക്കുണ്ട്. ഏത് ദൈവം എനിക്ക് ആരാണ്? എനിക്ക് പരിചയമാണ്, എനിക്ക് കോട്ടയാണ്, എനിക്ക് കാവലാണ്. ആ ദൈവം ഉള്ളവരെ ഓർക്കുക, ദൈവത്തെ സ്തുതിക്കും. സ്തോത്രം. അങ്ങനെ തിരിച്ചറിഞ്ഞവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ദൈവത്തിന്റെ മഹത്വം. അതിനകത്തൊരു വാക്യം പറയുന്നു, എന്റെ തല ഉയർത്തുന്നതാകുന്നു എന്റെ ദൈവം. അപ്പൊ നിന്റെ തല താഴ്ക്കാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുന്ന ദൈവപൈതലെ നിന്റെ തല കുനിയുവാൻ ആരാഗ്രഹിക്കത്തില്ല? ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇന്ന് തല കുനിയുന്നെങ്കിൽ നീ രണ്ടിടത്തും ഇല്ലാത്ത രീതി നിൽക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നിന്റെ തല കുനിയുന്നത്. നീ പൂർണ്ണമായി കർത്താവില വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ, യേശുക്രിസ്തുവില വിളിച്ചിറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ തല കുനിയാൻ ആരും സമ്മതിക്കത്തില്ല? ദൈവം സമ്മതിക്കത്തില്ല. ഒന്ന് പ്രിയ മക്കളെ, ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഒന്ന് പൂർണ്ണ ഹൃദയത്തോട് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്. സ്തോത്രം. ആരെ കുറിച്ചാണ് കർത്താവ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞത്? ദുഷ്ടന്റെ ആലോചന പ്രകാരം ചെയ്യാത്തവരും പാപിയുടെ വഴി നിൽക്കാത്തവരും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവരെയാണ് ദൈവം ഭാഗ്യവാൻ എന്ന് വിളിച്ചെങ്കിൽ, ഇന്ന് പ്രിയ ദൈവങ്ങളെ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഭാഗ്യവാനാക്കുവാനാണ്. അതേപോലെ അടുത്ത വാക്യത്തിനകത്ത് പറയുന്നു, എന്റെ ദൈവം എന്റെ തല ഉയർത്തും, എനിക്ക് പരിചയം കോട്ടയായി എന്റെ കർത്താവ് നിൽക്കും. ഇന്ന് പ്രിയ ദൈവങ്ങളിൽ നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ പകല് ഈ പ്രാർത്ഥന നീ ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ നീ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്റെ വിഷയത്തിനകത്ത് ദൈവം ഒരു മറുപടി തരാൻ പോവാ. നീ ദുഷ്ടന്റെ ആലോചന പ്രകാരമല്ല നടക്കേണ്ടത്. ദുഷ്ടൻ പറയുന്നത് ചെയ്യാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ തല ഒരിക്കലും ആരും താക്കത്തില്ല. കർത്താവായ യേശുവിനെ താക്കത്തില്ല. ഇന്ന് നീ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് പരിശുദ്ധനായ ദൈവത്തിന്റെ ദൂത് വിളിച്ചു
വിളിച്ചു പറയുക, ജോലി ദൈവം നിന്റെ കരങ്ങളിൽ തരാൻ പോവുക. നീ വിശ്വസിക്ക്. എല്ലാ മാസവും എനിക്ക് ഒരു സാലറി വാങ്ങണം, എനിക്ക് ഒരു നന്മ വരണം, എനിക്ക് ഒരു നന്മ വരണം. എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ സഭയ്ക്കും എന്റെ ദൈവമക്കൾക്കും അപ്പാ പിതാവേ എന്റെ ദേശത്തും എന്റെ ഭവനത്തിനും എല്ലാം ഒരു അനുഗ്രഹമാവുന്ന രീതിയിൽ ദൈവം എനിക്കൊരു സാധനം ഒരുക്കണം. ദൈവമേ, അതിന് തടസ്സമായി നിൽക്കുന്ന അന്ധകാരങ്ങൾ അഴിയട്ടെ. ഇന്ന് ജോലി കിട്ടാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന അന്ധകാരങ്ങൾ അഴിയട്ടെ. നീ ദുഷി നിന്ന പരിഹാസം കേൾക്കുന്ന വ്യക്തിയാണോ? നീ ചെയ്യാത്ത പാപങ്ങൾ നിന്നെ കുറിച്ച് പറയുന്നുണ്ടോ? നീ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത് സഹിക്കുന്നെങ്കിൽ ഇന്ന് നീ ഭാഗ്യവാനാ. കാര്യം എന്തുവാ? സ്വർഗം നിന്നെ ഏറ്റെടുത്തിരിക്കുക. നിന്റെ സകല വിഷയത്തിനകത്തും സ്വർഗം ഒരു മറുപടി തരാൻ ആഗ്രഹിക്കുന്നു. ഇത് പൂർണ്ണ ഹൃദയത്തോട് പ്രിയ സഹോദര സഹോദരി, ഇത് കേൾക്കുന്ന ദൈവമക്കളെ നീ ഏറ്റെടുക്കാൻ തയ്യാറെങ്കിൽ ഇന്ന് പരിശുദ്ധനായ ദൈവം പറയുക, നിന്റെ കുടുംബത്തിനകത്ത് ഒരു മറുപടി തരാൻ പോവാ. നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരുണ്ട്, തല ഉയർത്തുന്ന ഒരു ദൈവം. അല്ലാതെ നിന്നെ ദൈവത്തിന് വേണ്ട, ദൈവം നിന്നെ രക്ഷിക്കത്തില്ല എന്ന് നിന്ദിക്കുന്നു പരിഹസിക്കുമ്പോൾ ആ വാക്കിന്റെ മുമ്പിൽ പതറിപ്പോവാനല്ല നിനക്ക് ആഗ്രഹിക്കേണ്ടത്. നിനക്ക് പരിചയം കോട്ടയം നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. നീ ആ ദൈവത്തെ വിശ്വസിച്ചാൽ മതി. നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവം. ഒരിക്കലും നിന്റെ തല താഴ്ക്കുവാൻ ആരും സമ്മതിക്കത്തില്ല, കർത്താവ് സമ്മതിക്കുന്നില്ല എന്ന് വിശ്വസിച്ചു നേരിട്ടെടുത്ത് മാറ്റിരും. അപ്പാ പിതാവേ, ഇന്ന് ചില രോഗബന്ധനങ്ങൾ അഴിയാൻ പോവാ. ഇന്ന് ചില രോഗബന്ധനങ്ങൾ അഴിയാൻ പോവാ. നിന്റെ ശരീരത്തിനകത്ത് ക്യാൻസർ എന്ന് പറയുന്ന രോഗം അപ്പാ പിതാവേ ഒരിക്കലും മാറത്തില്ല. ആ ക്യാൻസർ രോഗിക്ക് നീ അടിമയായെന്ന് നിന്നെ മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ, വൈദ്യശാസ്ത്രം മുദ്ര കുത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലേക്ക് നിന്നെ തന്നെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പീര്. ആ ക്യാൻസർ രോഗം മാറ്റാൻ പോവാ ദൈവം. നിന്റെ ശരീരം സൃഷ്ടിച്ചപ്പോ ഉച്ച മുതൽ ഉള്ളങ്കാലം വരെ സൃഷ്ടിച്ച യേശു കർത്താവ് പറയുക, ഇന്ന് ആ ക്യാൻസർ നിന്റെ രോഗത്തെ, ക്യാൻസർ രോഗം നിന്റെ ജീവിതത്തിനകത്ത് മാറാൻ പോവുക. നിന്റെ ശരീരത്തിനകത്തുള്ള അപ്പാ പിതാവെ ശ്വാസം മുട്ടുന്ന അവസ്ഥ ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറാൻ പോവുക. നിന്റെ ഉച്ചിനകത്തുള്ള ഓരോ രോഗബന്ധനങ്ങളും ഇന്ന് അഴിക്കാൻ പോവുക. മുട്ടുവേദന ദൈവം എടുത്ത് മാറ്റാൻ പോവുക. നിന്റെ ശരീരത്തിന്റെ വേദനകളെല്ലാം മാറാൻ പോവുക. രോഗങ്ങളെല്ലാം മാറാൻ പോവുക. ഏത് രോഗമാവട്ടെ, പാരമ്പര്യമായി നിന്നെ പിടിച്ചിരിക്കുന്ന രോഗമാവട്ടെ, ഏതോ ആവട്ടെ, ഇന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ആ രോഗബന്ധനത്തിൽ നിന്ന് യേശു നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇന്ന് ആ ദൈവാത്മാവിന്റെ കരം നിന്നെ തൊടാൻ പോവുക. അന്ധകാരങ്ങൾ അഴിയാൻ പോവുക. പൈശാചിക മണ്ഡലങ്ങൾ അഴിയാൻ പോവുക. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളിൽ നിന്ന് പകൽ കൈമാറാൻ പോവുക. വിശ്വസിക്ക്. രോഗബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിൽ നിന്ന് അഴിയത്തില്ല. നീ ഉയരത്തില്ലെന്ന് വാദിക്കുന്ന ദുഷ്ടാത്മശക്തിയുടെ ബന്ധനങ്ങൾ നിന്റെ കുടുംബത്തിന്മേൽ ബന്ധിക്കുന്നുവെങ്കിൽ, നിന്റെ ഭവനത്തെ ബന്ധിക്കുന്നുവെങ്കിൽ, നിന്നെ ബന്ധിക്കുന്നുവെങ്കിൽ, നിന്റെ തലമുറ ബന്ധിക്കുന്നുവെങ്കിൽ, ഇന്ന് ആ കോട്ടകളിൽ യേശുക്രിസ്തു നിന്നെ വിടുവിക്കാൻ പോവുക. അവിടെ നിന്റെ തല ഉയർത്തി പുറത്തു കൊണ്ടുവരാൻ പോവുക. ഇന്ന് പലയിടത്തും നീ തല താഴ്ന്നു നിൽക്കുന്നുവെങ്കിൽ യേശു കർത്താവ് നിനക്ക് പരിചയമായി ഇറങ്ങാൻ പോവുക. നിന്റെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമേ, ഇന്ന് പകല് നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ഒരു മിറക്കൽ ചെയ്യാൻ പോവുക. നിന്ദിക്കുന്നവരുടെ മധ്യയിൽ ദൈവം മാനിക്കാൻ പോവുക. രോഗത്തിന്മേൽ ഭാരപ്പെട്ടിരിക്കുന്നവനെ, ശാരീരിക വേദനകൾ ഭാരപ്പെടുന്നവനെ, തലമുറയെ കുറിച്ച് കരയുന്നവനെ, ഭവനമില്ലാതെ കരയുന്നവനെ, അപ്പ ജോലിയില്ലാതെ കരയുന്നവനെ, ഇന്ന് പകല് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളും ദൂതുകളും നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ഇന്ന് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഇന്ന് ദൈവത്തിന്റെ കൈമാറട്ടെ, ദൈവത്തിന്റെ അഭിഷേകം കൈമാറട്ടെ. ഇതൊരു പകലൊരു വലിയ അത്ഭുതത്തിന്റെ സാക്ഷ്യം കേൾപ്പിക്കുക. സ്വർഗത്തിലെ ദൈവത്തിന്റെ അടിപ്പിണരായ കരം ഇന്ന് ഓരോ ദൈവമക്കളെ തൊടാൻ പോകുന്നതായ സ്തോത്രം. ഓരോ കുടുംബത്തിനകത്തും ആ ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തിനകത്തും ആ കരുണ ഉണ്ടാവട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന രോഗബന്ധനങ്ങൾ അഴിയട്ടെ. ഓരോ രോഗബന്ധനങ്ങളും അഴിയട്ടെ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാവട്ടെ. പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ. പാരമ്പര്യ ശക്തികൾ നിന്റെ ഭവനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. പാരമ്പര്യങ്ങൾ നിന്നെ വേട്ടയാടുന്ന അന്ധകാരങ്ങളിൽ നിന്ന് വിടുതൽ നൽകട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതൽ ഉണ്ടാവട്ടെ. 2024 തീരുന്ന മുമ്പേ എനിക്ക് സാക്ഷ്യം പറയുവാനുണ്ട്. ഈ 8ാം മാസത്തിന്റെ അവസാനത്തോളം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആലോചന എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ജോലിയുടെ കാര്യത്തിനകത്ത് എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. എന്റെ യേശു അത്ഭുതം ചെയ്തുകൊണ്ടിരിക്കുക. തലമുറയില്ലാതെ ഞാൻ ഭാരപ്പെടുന്നു. അപ്പാ പിതാവേ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി എനിക്കൊരു തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ കണ്ണുനീരെടുക്കുന്നു. ഇന്ന് നിന്റെ കണ്ണുനീരിന് ഒരു മറുപടി നൽകുന്ന ഒരു ദൈവം ഇന്ന് അത്ഭുതങ്ങൾ നിന്റെ മേൽ പ്രവർത്തിക്കാൻ പോവുക. നിന്റെ ഗർഭപാത്രം തുറക്കാൻ പോവുക. നിനക്ക് അനുഗ്രഹപ്പെട്ട സന്തതി നിന്റെ കുടുംബത്തിനകത്ത് തരാൻ പോവുക. വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങാൻ പോവുക. നീ ഏറ്റെടുത്ത് പ്രാർത്ഥിര്. നീ ചുറ്റുവട്ടുള്ള വാക്കുകളെ ശ്രദ്ധിക്കാതെ, ചുറ്റുവട്ടമുള്ളവരെ നോക്കാതെ, ഇന്ന് നീ ഇരിക്കുന്നിടത്ത് വിശ്വസ്തയോടിരിക്കെ. ഇന്ന് നിന്റെ രോഗങ്ങൾ മാറാൻ പോവുക. നിന്റെ നിന്ദകൾ മാറാൻ പോവുക. ഇന്ന് പരിഹാസങ്ങൾ മാറാൻ പോവുക. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ഗർഭപാത്രങ്ങളെ തുറന്ന് ദൈവത്തിന്റെ തലമുറകളെ നിന്റെ കുടുംബത്തിനകത്ത് ഒരുക്കാൻ പോവുക.
നിന്റെ വേദനകൾ മാറാൻ പോവുക, നിന്റെ നിന്ദകൾ മാറാൻ പോവുക, ജോലി കാര്യത്തിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ പോവുക. കടഭാരമായിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന്റെ കടഭാരം മാറാൻ പോവുക, ബാധ്യതകൾ നിന്റെ കുടുംബത്തിൽ നിന്ന് മാറാൻ പോവുക, നീ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുക. അപ്രകാരമുള്ള വിടുതലുകളും അത്ഭുതങ്ങളും ഇന്ന് പകൽ നിന്റെ മേൽ വെളിപ്പെടാൻ പോവുക. അപ്പൊ പിതാവേ, ഇതിനകത്ത് കർത്താവ് സാക്ഷ്യം കേൾക്കുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നിവൃത്തിയാക്കുന്നതിനായി സ്തോത്രം. വിശ്വാസകോളത്തിലേക്ക് ഒരു ദൈവം ഇതിൽ ഇറങ്ങിയാൽ ലോകത്തെ നോക്കാതോ ലോകബന്ധങ്ങളെ സ്വന്തങ്ങളെ നോക്കാതെ ക്രിസ്തുവിനെ മാത്രം നോക്കി ഓടുവാൻ, അവസാനം വരെ അപ്പാ പിതാവേ ലജ്ജിക്കപ്പെടാതെ അപ്പാ ക്രിസ്തുവിനെ നോക്കി ഓടുവാൻ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ പകരട്ടപ്പ, അഭിഷേകം അവരുടെ മേൽ പകരട്ടപ്പ. ദൈവ ദേശത്തിനകത്ത് ഭവനത്തിനകത്ത് ബന്ധുമിത്രാദികളുടെ മധ്യേ ഒരു നല്ല സാക്ഷ്യം ഉയരട്ടപ്പ. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരെന്ന് വിളിച്ചു പറയട്ടപ്പ, യേശു ക്രിസ്തുവിനെ വേണ്ടി ജീവിക്കുന്നെന്ന് വിളിച്ചു പറയട്ടപ്പ. ജീവിതം കൊണ്ട് അനേരെ ക്രിസ്തുവിന് വേണ്ടി നേടത്ത് കർത്താവേ, ആ ദൈവത്തിന്റെ വാഗ്ദത്തം ദൂതുകൾ നിവർത്തിയാവട്ടെ. ഈ സഭയ്ക്കകത്ത് വരുന്ന ഓരോ ദൈവമക്കളെ അനുഗ്രഹിക്കണേ, ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണേ. അപ്പാ പിതാവ്, ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും ആ ടെസ്റ്റ് എല്ലാം നോർമൽ ആവട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കട്ടെ. ഇത് കേട്ടോണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തോടും ആ ദൈവത്തിന്റെ ആലോചന വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടാട്ടെ, അത്ഭുതത്തോടും അടയാളത്തോടും വെളിപ്പെടാട്ടെ. ജീവിതം മടുത്ത സഹോദര, ജീവിതം മടുത്ത സഹോദരി, നിന്റെ കുടുംബ ജീവിതം ഇങ്ങനല്ല. അയ്യോ, ഞാൻ ഇങ്ങനൊന്നും ആഗ്രഹിച്ചതല്ല, എന്റെ കുടുംബ ജീവിതം എന്തുവാ ഇങ്ങനെ തകർന്നു പോകുന്നത്, മറ്റുള്ളവർക്ക് ഒരു പരിഹാസ്യമായി നിൽക്കുന്നു എന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു. പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചില മാറ്റങ്ങൾ തരാൻ പോവുക. നീ ആഗ്രഹിക്കുന്ന നല്ലൊരു ഭർത്താവിനെ ദൈവം തരാൻ പോവുക. നീ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ദൈവം നിന്റെ ഭർത്താവിനെ മാറ്റാൻ പോവുക. നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ഭാര്യയെ ദൈവം മാറ്റാൻ പോവുക. നിന്റെ തലമുറകളെ മാറ്റാൻ പോവുക. ഇന്ന് നീ വിശ്വസിക്ക്, യേശു ക്രിസ്തുവിലേക്ക് നിന്റെ കുടുംബത്തെ ഏൽപ്പിച്ച് പാർത്തീര്, നിന്റെ വേദന ഏൽപ്പിച്ച് പാർത്തീര്. ഇന്ന് പകൽ നിന്റെ മേൽ ദൈവത്തിന്റെ മറുപടി വെളിപ്പെടാൻ പോവുക. അത് വിശ്വസിക്കുന്നവർക്ക് ആ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം പ്രാപിക്കാൻ പോവുക. ഇന്ന് യേശു ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടാട്ടെ. കർത്താവേ, ബെഥേൽ വർഷിപ്പ് സെന്ററിനെ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം. ഈ സഭയ്ക്കകത്തുള്ള എല്ലാ ആവശ്യത്തിനും മേലെ ദൈവം പ്രവർത്തിക്കട്ടെ അപ്പ. ദൈവമേ കർത്താവേ, അപ്പ ഈ സഭയ്ക്കകത്ത് നീട്ടുന്ന ഓരോ ദശാംശത്തിനും ഇരട്ടി പ്രതിഫലം ദൈവമക്കൾ മേലെ അമർത്തി കുലിക്കിയ പ്രതിഫലം ഓരോ കുടുംബത്തിനകത്ത് ദൈവം കൊടുക്കട്ടെ അപ്പ. ദൈവമേ, ഈ സഭയ്ക്കകത്ത് അപ്പ പിതാവേ, വേണ്ട കാര്യങ്ങളെല്ലാം ദൈവം ഒരുക്കട്ടെ, തടസ്സങ്ങളും പ്രതികൂലങ്ങളും മാറട്ടെ. ദൈവമേ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളായി ഞങ്ങളുടെ കൂടപ്പറപ്പുകൾ ഓരോരുത്തരായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ മറുപടി ഉണ്ടാവട്ടെ അപ്പ. സഭയെ ഒരു അനുഗ്രഹമായി തീരട്ടെ, ദൈവജനം വിശ്വാസത്തോട് നിലനിൽക്കട്ടെ. ഇന്ന് കർത്താവേ, ദൈവവചനം കേട്ടു, ദൈവ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുകയോ അപ്പ ഭാവിയുടെ വഴി നിൽക്കുകയോ പരിഹാസയുടെ ഇരിപ്പിടത്തിയിരിക്കുകയോ ചെയ്യാതെ ദൈവത്തിന്റെ ഭാഗ്യവാനായി ഓരോ ദൈവമക്കളും ജീവിക്കുവാൻ ദൈവകൃപ നൽകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ സഭ ദൈവമക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവ കർത്താവ്, വിദ്യാഭ്യാസത്തിനകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടാട്ടെ, അവരുടെ വിദ്യാഭ്യാസം ഒരുക്കി കൊടുക്കട്ടെ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ മേൽ വെളിപ്പെടാട്ടെ. നിന്നെ പരിഹാസം അനുഭവിക്കുന്ന ചില സഹോദരി സഹോദരന്മാരുടെ മേൽ ഇന്ന് പകല് വലിയ വിടുതലുകൾ നടക്കട്ടെ. അവരുടെ കുടുംബത്തിനകത്ത് യേശുവിന്റെ മഹത്വം ഇറങ്ങിച്ചെല്ലട്ടെ, അവർക്ക് തിരിച്ചറിയുവാൻ കഴിയട്ടെ, വലിയ സാക്ഷ്യമായി പുറത്തു വരട്ടെ. അപ്രകാരം കർത്താവ് അവരുടെ കുടുംബത്തെ ചെയ്യുന്നതിനായി സ്തോത്രം. ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ, ഓരോ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ മനസ്സറിവ് ഉണ്ടാവട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിനകത്ത്, രോഗിയുടെ വിഷയത്തിനകത്ത്, രോഗത്തിന്റെ വിഷയത്തിനകത്ത്, ജോലിയുടെ വിഷയത്തിനകത്ത്, സാമ്പത്തിക വിഷയത്തിനകത്ത്, ഭവനത്തിന്റെ വിഷയത്തിനകത്ത്, ദേശത്തിന് അപമാനവും നിന്നെയും പരിഹാസവും കിടക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് നൽകുന്ന മറുപടികൾക്കായി സ്തോത്രം. എല്ലാത്തിനും മേലും യേശുവിന്റെ രക്തത്താൽ മുദ്രയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. സ്തോത്രം. ഇന്ന് പ്രാർത്ഥനയിൽ അമ്മ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഭവനത്തിനകത്ത് ഇന്നത്തെ വചനം അമ്മയെ പ്രയോജനപ്പെടാത്ത നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പലരും പറയും ദൈവം നിങ്ങളെ കൈവിട്ടെന്ന് പറയും. നിങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കല്ലേ. നിങ്ങൾ ദൈവത്തിന്റെ വാക്കിനെ മാത്രമേ വിശ്വസിക്കാവൂ. നിങ്ങൾ ദൈവസ്ഥയിൽ ഉറച്ചു നിന്നാൽ നിങ്ങളെ തല ഉയർത്തുന്ന ഒരു കർത്താവുണ്ട്, നിങ്ങളെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന ഒരു കർത്താവുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോഴാണ് നിങ്ങൾ ഭാഗ്യവാനാവുന്നത്. ഇന്ന് പ്രിയ മക്കളെ, നിങ്ങളെല്ലാം വിശ്വസിക്കും. യേശു മറുപടി തരുന്നതിനായി സ്തോത്രം. സകലമാനോ മഹത്വം ഉണ്ടാവട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.